ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഗ്രില്ല് എങ്ങനെയാണ് നമ്മുടെ എയർ ഫ്രയറിൽ ചെയ്യുന്നതെന്നാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എയർ ഫ്രയറിൽ എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ഗ്രില്ല് ചെയ്യുന്നത് എന്ന്. ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എങ്ങനെയാണ് എയർ ഫ്രയറിൽ നമുക്ക് നോർമലായിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ശേരി എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി. അതുപോലെ തന്നെ നമുക്കിനി യൂസ് ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി, കുറച്ച് ഫിഷ് മസാല. അതുപോലെ തന്നെ ഇവിടുന്ന് അറബിക് ഫിഷ് മസാല മേടിക്കാൻ കിട്ടും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല ഉണ്ടെങ്കിൽ ഫിഷ് മസാല നോർമലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഈസ്റ്റേന്റെ അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്കിനി അതെല്ലാം കൂടെ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആവശ്യമായ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ആ മസാല നമ്മൾ തേച്ച് കൊടുക്കണം. നമ്മൾ ഫിഷിന് മസാലയെല്ലാം വൃത്തിയായിട്ട് തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുറച്ച് നേരം വെക്കാം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ പ്രീ ഹീറ്റ് ഓൾറെഡി എയർ ഫ്രയർ പ്രീ ഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 160 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വൺ സൈഡ് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമ്മുടെ ഫിഷ് അതിനകത്ത് നമുക്ക് അടുക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ നമുക്കതിന് മേലെ തേച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഭയങ്കര കുറവായിട്ട് മാത്രം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഓണായിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ടൈം കൂടെ സെറ്റ് ചെയ്യണം. 160 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. 160 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരു 20 മിനിറ്റ്സ് കൂടെ നമുക്ക് വേണം. ഈ 20 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് നമ്മളിത് തുറന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ മീൻ കരിയുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എണ്ണ ഒന്ന് ചൂട് ആവശ്യമാണ്. അത് നമുക്ക് തിരിച്ചു കൊടുക്കും. ശരിക്കും ഓയിൽ ഭയങ്കര കുറവായിട്ട് മാത്രം യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പ്രഷറുകൾക്കും ഷുഗറും ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതേപോലെ തിങ്ങാണ് ചെയ്യുന്നത്. സെയിം റോൾ പോലെ ആണ് യൂസ് ചെയ്തത്. വലിയ കംപ്ലൈൻറ്റ് മീൻ ഇപ്പോൾ ആയിട്ട് തിരിച്ചു കൊടുക്കും. ഞാൻ ഇത് കുറച്ച് വൈറ്റ് കൊടുക്കും. അതിലേക്ക് മാറ്റി കൊടുക്കും. ഞാൻ തിരിച്ചു കൊടുക്കും. വീണ്ടും നമുക്ക് വീണ്ടും കൈ മാറ്റാം. പിന്നെ മണിക്കാണുള്ളത് നമുക്ക് 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മീൻ ഏകദേശമായിട്ട് വീണ്ടും അതിനുള്ളിൽ അത് ഇതിലായി വീണ്ടും അവിടെ ഏകദേശം 4 കിലോ ആക്കി. ഇപ്പം ഇത് ചെയ്യുന്നത് 180 ആണ്. അതാണ് ഏറ്റവും വലിയ മാറ്റം വരും. നമ്മുടെ ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ട് നിങ്ങളുടെ ഹലോ എല്ലാവരും നോക്കുക. ഞാനിത് എയർ ഫ്രയർ ചെയ്ത ഫിഷ് ഗ്രില്ലാണ്. അത് നന്നായിട്ട് വീഡിയോ പറ്റും. ഞാൻ പറഞ്ഞ വീഡിയോ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും അറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിവിടെ യൂസ് ചെയ്തത് നമ്മുടെ കൂസ എന്ന് പറയുന്ന സാധനമാണ്. അതും നമുക്ക് ഇതിനകത്ത് തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഓയിലില്ലാതെ ചെറുതായിട്ട് നമുക്ക് അല്ലെങ്കിൽ വൈറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒനിയൻ ആയാലും തക്കാളി ആയാലും എന്തായാലും നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡിന്നറിനൊക്കെ നമുക്ക് അത് ഓയിലില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും